ഹായ്, ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ് റാഗിയും ഗോതമ്പും ചോക്ലേറ്റും ചേർത്തൊരു സ്പെഷ്യൽ കേക്ക്. സോ വെൽക്കം ടു ദ ചാനൽ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ഈ കേക്കിന് വേണ്ടി റാഗിപ്പൊടി 1 കപ്പ്, ഗോതമ്പ് പൊടി 1/2 കപ്പ്, പഞ്ചസാര പൊടിച്ചത് 1 കപ്പ്, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, മുട്ട 3 എണ്ണം, ചോക്ലേറ്റ് പൗഡർ 2 ടേബിൾ സ്പൂൺ, വാനില എസൻസ് 1/2 ടേബിൾ സ്പൂൺ, മിൽക്ക്, സൺഫ്ലവർ ഓയിൽ 1/4 കപ്പ് വീതം എന്നിവയാണ് വേണ്ടത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായി ഒരു ബൗളിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന റാഗിപ്പൊടി, ഗോതമ്പ് പൊടി, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ചോക്ലേറ്റ് പൗഡർ എന്നിവ ഇതുപോലെ നന്നായി അരിച്ചെടുക്കുക. ഒരു 3-4 തവണയെങ്കിലും അരിച്ചെടുക്കണം. ഇപ്പോൾ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഓവൻ ബേക്കിംഗ് മോഡിലിട്ട് ടെമ്പറേച്ചർ 200 ഡിഗ്രി സെൽഷ്യസിൽ വെച്ച് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക. ഇനി ഓവൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, സ്റ്റൗവിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. അതിനെക്കുറിച്ച് ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. ഇനി കേക്ക് മിക്സ് തയ്യാറാക്കാം. അതിനായി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യുക. ശേഷം ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ ഇട്ടുകൊണ്ട് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കുക. നല്ല ക്രീമി ആവുന്നിടം വരെ നല്ലവണ്ണം ബീറ്റ് ചെയ്യണം. ഇപ്പോൾ നല്ല ക്രീമി ആയിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും 1/4 കപ്പ് പാലും ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മിക്സ് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായി ഫോൾഡ് ചെയ്തെടുക്കണം. 4-5 തവണയായി വേണം ഇതിലേക്ക് മിക്സ് ആഡ് ചെയ്യാൻ. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ബേക്ക് ചെയ്തെടുക്കാനായി ഒരു പാനിലേക്ക് മാറ്റുക. ഇത് 8 ഇഞ്ച് വലിപ്പമുള്ള പാനാണ്. 1 കിലോ കേക്കിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആയിരുന്നു എടുത്തത്. ഇനി എയർ ബബിൾസ് പോവാനായി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത ശേഷം ഓവനിൽ വെച്ച് 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. ടെമ്പറേച്ചർ 155 ഡിഗ്രിയിലാണ് സെറ്റ് ചെയ്യേണ്ടത്. ഇനി ഓവൻ ഇല്ലെങ്കിലും സാരമില്ല, നമുക്ക് സ്റ്റൗവിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതിനായി കേക്ക് പാൻ ഇറക്കി വെച്ച് മൂടി വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചുവടുകട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. ഈ പാത്രം അടച്ചു വെച്ച് സ്റ്റൗവിൽ വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം കേക്ക് പാൻ അതിലിറക്കി വെച്ച് മൂടി വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് 50 മുതൽ 55 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കുക. കേക്ക് പാനിൻ്റെ അടിവശം പാത്രത്തിൽ മുട്ടാതെ ജസ്റ്റ് ഒന്ന് പൊക്കി വെക്കാൻ ശ്രദ്ധിക്കണം. 40 മിനിറ്റായി നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ലവണ്ണം വെന്തോന്ന് ഒരു ഫോർക്ക് ഉപയോഗിച്ച് കുത്തി നോക്കുക. ഫോർക്കിൽ ഒട്ടും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ കേക്ക് നന്നായിട്ട് ബേക്കായി വെന്തിട്ടുണ്ട്. ഹെൽത്തി റാഗി കേക്ക് റെഡിയാണ്. ഫോർക്കിൽ ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. അതുപോലെ നല്ല ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ ധൈര്യമായി കൊടുക്കാം. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയായി വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.